അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജോർജ് ഓൺലൈനർ സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ് കണ്ടത്. അപ്പോൾ ജോർജ് ഓൺലൈനർ സാറിൻ്റെ ഇൻ്റർവ്യൂ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്തു, പെട്ടെന്ന് തന്നെ തീർത്തു. കാരണം ബിസി സ്കെഡ്യൂളായിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം എന്നെയും കാറിൽ കയറ്റി ഗുരുകുലം സ്കൂളൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഈ ഗുരുകുലം സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ ഈ ഗുരുകുലം പോലെ നിന്ന് പഠിക്കണം. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഠിത്തത്തിൻ്റെ കൂടെ ട്രാവലിംഗ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. അപ്പം ഞാൻ ട്രാവലിംഗ് എൻകറേജ് ചെയ്യുമ്പോൾ ശരി ഒരു ദിവസം ടൂർ പോവാം, അതല്ല സംഭവം. എന്താണെന്നറിയോ, ട്രാവലിംഗ് എവിടെ ഒരു സ്ഥലം നിശ്ചയിക്കും. ഹാവ് എൻ എക്സാമ്പിൾ, സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം സിംഗപ്പൂർ ആൾക്കാരെ കൊണ്ടുപോയത്. സിംഗപ്പൂർ നിശ്ചയിക്കും. അപ്പോൾ ഈ സിംഗപ്പൂർ നിശ്ചയിക്കുന്നത് മാത്രമല്ല, ഈ സിംഗപ്പൂരിനെ കുറിച്ച് പിള്ളേരുടെ അടുത്ത് പഠിക്കാൻ പറയും. പോകുന്നതിന് മുമ്പേ ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. ആ സ്ഥലം എങ്ങനെയാണ്, ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന ഓരോ പ്ലേസ് ഓരോ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യണം, അല്ലെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ട് കുട്ടികൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പം ചരിത്രം അറിയാൻ പറ്റും, ആ പോകുന്ന സ്ഥലത്തിൻ്റെ ചരിത്രം അറിയാൻ പറ്റും. അതുതന്നെയാണ് നമ്മുടെ സഞ്ചാരത്തിലും ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറും ചെയ്തിരിക്കുന്നത്. വളരെ ഇങ്ങനെയുള്ള ഒരു സ്കൂളാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്കൂളിനെ കേട്ടറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ള രീതിയാണ്. ബുക്ക് മാത്രമല്ല, പുറത്തുള്ള കാര്യങ്ങളും. സോ അദ്ദേഹം പറയുന്നത് 90% ഓഫ് എഡ്യൂക്കേഷൻ ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. അങ്ങനെ എന്നെ ഗുരുകുലം സ്കൂളിൽ കൊണ്ടുവന്നു. അവിടുന്ന് എനിക്കൊരു ചായയും കടിയും ഒക്കെ തന്നു. എന്നിട്ട് ഇദ്ദേഹം നേരെ എന്നെ സഞ്ചാരം ഓഫീസ്, ലേബർ ഇന്ത്യയുടെ വേറൊരു ഓഫീസുണ്ട്, ആ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ഞാൻ നേരെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഓഫീസിലേക്ക് കയറി ഇൻ്റർവ്യൂ എടുത്തു. നല്ല രസമാണ് കേട്ടോ. എൻ്റെ ആ ഒരു സമയത്തെ ഒരു ലുക്കും ഈ സമയത്തെ ഒരു ലുക്കും വലിയ വ്യത്യാസമില്ല, മെലിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും, എന്നാലും കുറച്ച് മാറിയിട്ടുണ്ട്. അതാണ് MBAയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഗ്രൂമിങ് ഒരുപാട് മാറും. പ്ലസ് നമ്മുടെ സംസാര രീതി മാറും, ഇംഗ്ലീഷ് മാറും. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സംസാര രീതി, ഇംഗ്ലീഷിൻ്റെ സംസാര രീതി. ഐ എം സ്റ്റിൽ സ്റ്റാമറിങ്, ഐ എം സ്റ്റിൽ സ്റ്റംബിൾ അപ്പോൺ സംവെയർ. അപ്പോൾ അതായിരുന്നു എൻ്റെ ബിഗിനിങ്. അപ്പോൾ ലോ കോളേജിൽ നിന്ന് വന്ന ഒരു സമയമാണ് ആ സമയം. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു ട്രാൻസിഷൻ പീരീഡാണത്. എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്. നമുക്കൊന്ന് കാണാം ആ ഇൻ്റർവ്യൂ. So, what about Richard Branson's new venture, Virgin Galactic, that you are going to? I have decided to go with him only because I know him. I knew him only through books, but now I know him personally. I have attended few programs and I have been with him for few hours. So I know what his attitude is, what kind of performance he has delivered already and what he will deliver in future. So I know if he has some plans to take people to space or space tourists, that he will make it happen, because he has got that commitment, that courage, that strength, that ability. And his new project is something very unique, and it is not a mere space tourism project. It is actually taking people to destinations in the world through space. Now it will be a civil aviation through space. If you want to go to USA, now you have to fly with the resistance or facing the resistance and gravity of the earth and resistance of the atmosphere. But when you go to space and you travel in the space, you don't have these two aspects. One is zero gravity and the other thing is no air, no atmosphere, so you don't have any resistance there. So you need very little energy or fuel for that. So the pollution will be very less. Speed the speed to reach the place, the time required to reach the destination will be very less. So that is going to revolutionize the transportation or travel industry and aviation industry. So that is what his plan is. Okay, sir. Sir, please give
any message to the new young talented management trainees? You know, you asked about young talented management trainees. If they are talented really, I don't need to give them any message. They have the common sense to look into the world around them and to grasp what they need. It is not the knowledge what you get from the textbooks or from classrooms that will help you in future when you are into management. That is totally different from what you learn. That is a field of practical sense, common sense, and the tough realities. So, maybe warm, and in some other place the food that may be attracting me. So every country I have visited is actually very attractive for me in some sense or other. Thank you, sir. Thank you for your valuable time that you have shared with us. Thank you, sir. Hi friends, we have already met Joe sir and Santosh sir. This program is a very good gift to you because coming up from a remote area, they become the pioneers of the educational journal Labour India. And now itself right here, they're celebrating the 25th Jubilee. I express my sincere gratitude to Joe sir and Santosh sir on and for behalf of MSN IMT Kollam. Well, it's a temporary signing off